മനം കവർന്ന് നമ്മുടെ പത്തുമണിപ്പാടം വെയിലുദിക്കുമ്പോൾ ചിരി തൂക്കി നിൽക്കുന്ന പോലെ ഒരു കാഴ്ച. ഒന്നും രണ്ടുമല്ല, ആയിരം പൂക്കളാണ് ഒന്നിടവിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 200-ലധികം നിറങ്ങളിൽ 30ഓളം വെറൈറ്റി അടുക്കു 10 മണിക്ക് പുറമെ വിദേശി ഇനം ജംബോ, സിൻഡ്രല്ല, ജയന്റ് പോർട്ടുലാക്ക, പർസുലൈൻ, ടൈഗർ തുടങ്ങിയ നല്ല കിടിലൻ ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ സൗജന്യ 10 മണി ചെടികൾക്ക് അർഹരായവരുടെ പേരുകളാണ് സുജ ജയലാൽ, ആശാകുമാരി, സ്മിത, ഷാഹിദ, പുഷ്പമണി, അമ്മൂട്ടി, അല്ലു, സാലു, ബാദുഷ, ഇതൾസ് വേൾഡ്, വിഷ്ണു, വിനീത. അപ്പോൾ സമ്മാനത്തിന് അർഹരായ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇത് കിട്ടാത്തവർക്കും ഒരു അവസരമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോ മുഴുവനെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. തിരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യ 10 മണി ചെടികൾ വീണ്ടും കിട്ടാൻ അവസരം നൽകുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് സാധാ 10 മണിയുടെ, അതായത് അടുക്ക് 10 മണിയുടെ ഡീറ്റെയിൽസ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാത്തവർ, അത് നടുന്ന രീതി, പോട്ടി മിക്സ്, ഇതൊന്നും കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിദേശി ഇനം 10 മണികളുടെ വെറൈറ്റി പൂക്കളാണ്. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ആവശ്യക്കാർക്ക് ഇതെല്ലാം നമ്മുടെ ഓൺലൈനായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗ് ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ തിരഞ്ഞെടുക്കും. ഇത് കണ്ടു, നമ്മുടെ പ്രീമിയം വെറൈറ്റി 10 മണികളിൽ പെട്ടതാണ്. പിന്നെ പർസുലൈൻ്റെ ഡബിൾ പെറ്റൽസ്, ഈ ഒരു വെറൈറ്റി മാത്രമായിട്ടും ചോദിക്കുന്നവരുണ്ട്. സംഭവം നമ്മുടെ 10 മണിപ്പാടത്ത് ഇങ്ങനെ നിരനിരയായിട്ട് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. മിക്സ്ഡ് കളർ 10 മണിയുടെ 99 രൂപയുടെ കോംബോയാണ് സ്റ്റാർട്ടിങ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ഉണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ സെയിൽ മാത്രമാണ്. നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഒരുപാട് പേര് നേരിട്ട് വന്ന് വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ ഒത്തിരി ഓർഡറുകൾ വരുന്നതുകൊണ്ട് ഓൺലൈൻ സെയിലാണ് കൊടുക്കുന്നത്. 3000-ലധികം ഓർഡറാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ നമുക്ക് വന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് മുകളിൽ കാണിച്ചിരിക്കുന്ന കോഡ് വാട്സപ്പ് വഴി അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കോംബോ ഓർഡറിനൊപ്പവും കുറച്ചധികം വെറൈറ്റി 10 മണി കൂടി ഫ്രീ ആയിട്ട് നൽകുന്നത്. അതുകൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് സൗജന്യ 10 മണി സെറ്റ് കിട്ടാനും ഭാഗ്യമുണ്ടായി. പിന്നെ പലരും നമ്മളോട് ചോദിച്ചൊരു സംശയമാണ് 10 മണി ചെടികളുടെ മഴക്കാല സംരക്ഷണം. മഴക്കാലത്ത് 10 മണി ചെടികൾ അധികം വെള്ളം താങ്ങില്ല. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ തണ്ട് ചീഞ്ഞു പോകും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ചട്ടികളിലാണ് 10 മണി ചെടികൾ വെച്ചതെങ്കിൽ അത് നമ്മൾ മഴ കിട്ടാത്തൊരിടത്തേക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക. ഒപ്പം നല്ല വെയിലുദിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് എടുത്ത് വെക്കുകയും വേണം. അതുകൂടാതെ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെക്കണം. അതായത് തണ്ടുകൾ ഒടിച്ചു കുത്തി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിലേ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കളറും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി തുറസായ സ്ഥലത്താണ്, മുറ്റത്താണ് 10 മണി ചെടികൾ നട്ടതെങ്കിൽ അതിന് അധികം മഴ ലഭിക്കാത്ത വിധത്തിൽ മഴക്കാലത്ത് നമ്മളൊരു ഷീറ്റ് ഇട്ട് കൊടുത്തേക്കണം. ഒരു ഷീറ്റ് മേലെ കെട്ടിക്കൊടുത്താൽ അധികം വെള്ളം 10 മണിയുടെ ചുവട്ടിൽ വരില്ല. അങ്ങനെ നമുക്ക് 10 മണി ചെടികൾ സംരക്ഷിച്ചെടുക്കും. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വളം ചേർക്കൽ 10 മണി ചെടികൾക്ക് അത് മഴക്കാലത്താണെങ്കിലും വെയിലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും വളം അനിവാര്യമാണ്. അപ്പം മഴക്കാലത്ത് നമ്മൾ കട്ടിയായ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനത്തെ കട്ടിയായ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഒഴിവാക്കുക. വേനൽക്കാലത്ത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് ഉത്തമം. ഒരിക്കലും നമ്മുടെ കയ്യിൽ 10 മണി ചെടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയായ രീതിയിൽ സംരക്ഷിച്ചാൽ നമുക്ക് ദീർഘകാലം, വർഷങ്ങളോളം നമുക്ക് ആ ഒരു സെറ്റ് തന്നെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് 10 മണി ചെടികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. മെയിനായിട്ട് വിദേശി ഇനം 10 മണികളുടെ കളക്ഷൻസ് ആണ്. പർസുലൈൻ വെറൈറ്റി, ജംബോ, സിൻഡ്രല്ല, ടൈഗർ എന്നിവയുടെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.